ഹായ് ഓൾ, ദിസ് ഇസ് സൺഡേ മോർണിംഗ്. രാവിലെ എണീറ്റപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. നമ്മുടെ TV യൂണിറ്റ് ഒക്കെ ഇളക്കി വെച്ചിട്ടുണ്ട്. ആ കാണുന്ന ബസ്സും ഈ കാണുന്ന കാറുകളും ഒക്കെ ഇവിടുന്ന് നിശ്ചയത്തിന് പുറപ്പെടാനുള്ളതാണ്. ഞാനും മിനി ആൻറ്റിയും പിന്നെ നമ്മുടെ നിബിന്റെ പപ്പയും ആലനും കൂടെ റോബിൻ ചേട്ടയുടെ ഈ വണ്ടിയിലാണ് പോകുന്നത്. ഈ ബൊല്ലേറോ നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന കളറല്ല, ഇപ്പോൾ അത് ഫുള്ള് ബ്ലാക്ക് ആക്കി ഇപ്പോഴാണ് അത് ഇറങ്ങിയത്. അവന്മാരെല്ലാവരും കൂടെ 3-4 വണ്ടിയിലായിട്ട് പോയിട്ടുണ്ട്. ജിതിൻ രാവിലെ 9 മണിക്കേ പോയി. പോണ വഴിയിൽ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിർത്തി കുറച്ചു നേരം നിന്നിട്ടൊക്കെയാണ് പോയത്. ഇവരൊന്നും ഡ്രസ്സ് ചെയ്തിട്ടല്ല വരുന്നത്. അവിടെ മണവാളിനെ ഡ്രസ്സ് ചെയ്യാൻ ബുക്ക് ചെയ്ത റൂമാണ് ഇവരുടെ ലക്ഷ്യം. നിശ്ചയം നടക്കുന്നത് എക്സാക്ട്ലി തൃപ്പരപ്പ് വാട്ടർഫോൾസിന് തൊട്ടടുത്തായിട്ടുള്ളൊരു റിസോർട്ടിലാണ്. ഫുഡ് കഴിച്ച ക്ഷീണത്തിൽ ഒന്ന് മയങ്ങി എണീറ്റ് നോക്കിയപ്പോഴേക്ക് ബോർഡൊക്കെ പതുക്കെ തമിഴായി തുടങ്ങിയിരുന്നു. രാവിലെ ഭക്ഷണം ലൈറ്റായിട്ട് കഴിച്ചതുകൊണ്ട് ഇങ്ങ് എത്തുന്നതിന് മുന്നേ ഞങ്ങൾ ഇറങ്ങി ഭക്ഷണം കഴിച്ചിരുന്നു. ഇവരൊക്കെ പിന്നീട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത്. ക്ഷീണം ഒന്ന് മാറ്റാനായിട്ടും ഒന്ന് ഫ്രഷ് ആവാനും ഒക്കെ ആയിട്ട് ഞാനും റൂമിലേക്ക് പോയി ഒരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഞങ്ങളൊരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി. അതിൻ്റെ ചിരിയാണ് അലൻ്റെ മുഖത്ത്. വാട്ടർഫോൾസിലേക്ക് പോകാനായിട്ട് 10 രൂപയുടെ പാസ്സായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലല്ല, നല്ല ക്രൗഡഡ് ആണ്. അങ്ങനെ ഇറങ്ങി കംഫർട്ടബിളായിട്ട് കുളിക്കാൻ തോന്നത്തില്ല. ഞങ്ങൾ പിന്നെ ഒരു ഒഴിഞ്ഞ മൂല കണ്ടുപിടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് എൻഗേജ്മെന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇവിടുത്തെ എൻഗേജ്മെന്റിനെക്കാളും വ്യത്യസ്തമായ കുറച്ച് ചടങ്ങുകളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗിഫ്റ്റ് ഹാമ്പർ ഒക്കെ കൊടുത്തു. പിന്നെ ആസ് യൂഷ്വൽ പോസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ലൈവായിട്ടൊരു ടീ സ്റ്റോൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ ചായ കുടിച്ചു. ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് നോക്കിയാലുള്ള വ്യൂ ആണിത്. വാട്ടർഫോൾസ് 6 മണിക്കോ മറ്റോ അടയ്ക്കും എന്ന് തോന്നുന്നു. ഇനി ഇവർ ഫ്രീ ആവാൻ ഒരുപാട് സമയമെടുക്കും. രണ്ടുപേരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. 12 മണിയോടുകൂടി പോയ വണ്ടികളൊക്കെ തിരികെ എത്തി.